മഞ്ചേശ്വരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മതിയായ മരുന്നും ഡോക്ടർമാരുമില്ലാത്തതിൽ പ്രതിഷേധിച്ച് SDPI പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ആവശ്യത്തിനുള്ള മരുന്നും ഡോക്ടർമാരെയും ലഭ്യമാക്കാതെ മഞ്ചേശ്വരം കുടുംബാരോഗ്യ കേന്ദ്രത്തെ തകർക്കാൻ അധികാരികൾ തന്നെ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് SDPI മഞ്ചേശ്വരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. രജിസ്ട്രാർ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് ആശുപത്രിക്ക് മുന്നിലെത്തിയതോടെ പോലീസ് തടഞ്ഞു. തുടർന്ന് സമരക്കാർ സ്ഥലത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം പാർട്ടി മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് ബഡാജെ ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ തന്നെ MLA, MP അടക്കമുള്ളവർ രാവിലെ ഒരു 11 മണിക്ക് ഹോസ്പിറ്റലിന്റെ പരിസരത്തേക്കൊന്ന് വന്ന് ഒരു 10 മിനിറ്റെങ്കിലും ഇതിന്റെ അകത്ത് കയറി നിന്ന് നോക്കണം. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെടുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. വെറും ഒരു ഡോക്ടറിനെ വെച്ച് 500ഓളം വരുന്ന രോഗികൾക്ക് ദിവസം 250-300 OP ടിക്കറ്റ് കൊടുത്തുകൊണ്ട് 500ഓളം വരുന്ന രോഗികളിൽ പലരും തിരിച്ചു പോകുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും പനി പടർന്നു പിടിക്കുമ്പോഴും ആരോഗ്യ പ്രവർത്തകർ അലംഭാവം തുടരുകയാണെന്നാണ് SDPI കുറ്റപ്പെടുത്തുന്നത്. ആഴ്ചയിൽ മുഴുവൻ ദിവസവും പ്രവർത്തിക്കേണ്ടുന്ന ആശുപത്രി ഞായറാഴ്ചകളിൽ പലപ്പോഴും അടച്ചിടുകയാണ്. പനിക്ക് ചികിത്സ തേടിയെത്തിയ നിരവധി രോഗികൾ ആശുപത്രി അടച്ചതിനെ തുടർന്ന് തിരിച്ചുപോകുന്ന സാഹചര്യം ഉണ്ടായതായും സമരക്കാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.